എല്ലാവരെയും പരമകാരുണികനായ സ്നേഹസ്വരൂപനായ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചതാണെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്ത് ഒരു ഭാഗത്ത് ഒരുപാട് പട്ടിണി, ഒരു ഭാഗത്ത് യുദ്ധം, ഒരു ഭാഗത്ത് കലഹം, ഒരു വീട് വലിയ പണക്കാരന്റെ വീട്, തൊട്ടടുത്ത വീട് ചെറ്റക്കുടിൽ, ഒരു കുട്ടി ആരോഗ്യവാൻ, ഒരു കുട്ടി കണ്ണില്ലാതെ ജനിക്കുന്നു, ഒരാൾ വികലാംഗനായിട്ട് ജനിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യവും വൈജാത്യവും ഈ ലോകത്തിന്റെയും വൈചിത്ര്യവും ഉണ്ടാവുന്നത്? ഒരു ഈശ്വരൻ, കരുണാവാന ഈശ്വരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എടുക്കുമ്പോ, ഇപ്പൊ നല്ലൊരു ഉദാഹരണം പറയാം. നല്ല സ്നേഹമുള്ള ഒരു അമ്മ, 4 മക്കളാണ് അവർക്ക്. ചപ്പാത്തി കുഴയ്ക്കുമ്പോ, ചപ്പാത്തി കുഴച്ച് പരത്തുമ്പോ ഒരു മകന് നല്ല കൃത്യം വട്ടത്തിലും വേറൊരു മകൻ ഇന്ത്യയുടെ മാപ്പ് പോലെ ഉണ്ടാക്കി കൊടുക്കുവോ? ഇല്ല. 4 മക്കളോട് ഒരേ സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹം അവിടെ പ്രകടിപ്പിക്കും. അപ്പൊ ഈ നിങ്ങൾ പറയുന്ന ഈശ്വരൻ സർവ്വ കാരുണ്യവാനും പരമകാരുണ്യവാനാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ലോകത്ത് കണ്ണില്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, ക്യാൻസറോടുകൂടി ജനിക്കുന്നു, മാറാ വ്യാധികളോട് ജനിക്കുന്നു? ലോകം മുഴുവൻ വൈജാത്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ അതിലൊരു കാര്യം ഉറപ്പാണ്, ഈ തരത്തിൽ മനുഷ്യർ വന്നിവിടെ പിറക്കുന്നതിൽ ഈശ്വരന് വലിയ റോളില്ല. ആർക്കാ റോളുള്ളത്? നമുക്ക് തന്നെയാണ്. എന്റെ ഒരു അനുഭവം പറയാം. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്. അയാളുടെ അച്ഛൻ ചെറുപ്പകാലത്ത് പോലീസുകാരുമായിട്ട് ഒരു വാക്കേറ്റമോ എന്തോ തർക്കം ഉണ്ടായിട്ട് ഈ ഡിസ്കിന് പോലീസുകാരുടെ ചവിട്ടേറ്റിട്ട്, ഒരു പോലീസുകാരന്റെ ചവിട്ടേറ്റിട്ട് സ്ലിപ്പ് വരികയും കാലാകാലമായിട്ട് ഇരുന്ന് ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. ഈ മകന്റെ കാലഘട്ടത്തിൽ അയാളുടെ കുട്ടിക്ക് ഇതേപോലെ അംഗവൈകല്യം സംഭവിച്ചു. ആരുടെ? ആ പോലീസുകാരന്റെ. അപ്പൊ അത് നമ്മുടെ കൺമുമ്പിൽ കാണുകയാണത്. അതുകൊണ്ട് നമുക്കൊരു പ്രമാണം പറയാം. അങ്ങനെ അറിയാത്ത എത്ര കാര്യങ്ങൾ കാണാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരുടെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ബുധനാഴ്ച രാവിലെ എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ അതുപോലെ ഓർമ്മയുണ്ടാവില്ല. എന്തിനാണോ കഴിഞ്ഞ ജന്മം? അപ്പൊ അത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മറക്കാതെ നമ്മുടെ പിന്നാലെ വരും.